ഹായ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് വന്നത്. സത്യത്തിൽ എനിക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധം എന്ന് തന്നെ പറയാം. എൻ്റെ അമ്മയുടെ ഫോൺ കഴിഞ്ഞ ദിവസം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മയുടേതൊരു പഴയ ഫോണാണ്, അതായത് നമ്മുടെ നോക്കിയുടെ ഒരു കീപാഡ് ഫോണാണ്. സത്യത്തിൽ എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പ്രശ്നം, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകുന്നു, പിന്നെ അത് ഓൺ ആവുന്നില്ല, ചാർജ് ചെയ്യാൻ നോക്കിയാൽ ചാർജ് കയറുന്നില്ല. ഇതായിരുന്നു ആ ഫോണിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ശരിയാക്കാനായിട്ട് എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള, എനിക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാനിത് കൊണ്ടുപോയി കൊടുത്തു. ആദ്യം അപ്പോൾ കടയിൽ കൊടുത്തപ്പോൾ ഞാൻ ഈ പ്രശ്നം പറഞ്ഞോണ്ടേ അവർ പറഞ്ഞു, നമുക്ക് ബാറ്ററി ഒന്ന് മാറ്റാം, ബാറ്ററിയുടെ പ്രശ്നമാണ്, പുതിയ ബാറ്ററി ഇടണം. നമ്മൾ ഓക്കെ, നമുക്ക് ഫോൺ ശരിയായി കിട്ടിയാൽ മതിയല്ലോ, ബാറ്ററി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. ബാറ്ററി മാറ്റി, പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. രണ്ടാമത്തെ ആവശ്യം, ഒന്നാമത്തത് പൊളിഞ്ഞല്ലോ കാര്യം. ഞാൻ ചോദിച്ചു, അയ്യോ പ്രശ്നം എന്താ പരിഹരിക്കാത്തതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ എന്തെങ്കിലും ആവട്ടെ, അതും കൂടെ നന്നായിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതും നന്നാക്കി. പുതിയ ബാറ്ററിയുടെ പൈസ ഞാൻ കൊടുത്തു, ഇതിൻ്റെ സർവീസ് ചാർജുകളെല്ലാം കൊടുത്തു. പൈസ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് കടയിൽ ചെല്ലുന്നു. 2 പ്രാവശ്യം ഈ പ്രശ്നങ്ങൾ അവർ ചെയ്യുന്നു. എന്താണോ ഫോണിന് ഞാൻ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞത്, ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു, അത് പരിഹരിക്കപ്പെടുന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും കൊടുക്കുന്നു. ഇത് 3 അടുത്തടുത്ത ദിവസങ്ങൾ, അതായത് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അവരെനിക്ക് തരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പരിഹരിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും തിരിച്ചാൽ കടയിൽ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ 2 പ്രാവശ്യം കഴിഞ്ഞു. 3ാമത്തെ പ്രാവശ്യം അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ക്ഷമ നശിക്കും. അതിൻ്റെ ഓണർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, അത് ഈ ബാറ്ററി ഇവിടെ നിന്ന് തന്നെയാണോ മാറ്റിയത്, അതോ ഇത് പഴയ ബാറ്ററിയാണോ? ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ മാറ്റിയ ബാറ്ററി. അപ്പോൾ അന്ന് അവിടെ സ്റ്റാഫുണ്ട്, സ്റ്റാഫ് പറയാൻ നല്ല നമ്മൾ ഇവിടുന്ന് മാറ്റിയ ബാറ്ററിയാണ്. ഓ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് അത് ചാർജ് നമ്മളവിടെ ചെയ്യുമ്പോൾ അത് കയറുന്നുണ്ട്, അതെന്താണ്, ചിലപ്പോൾ നിങ്ങൾ അവിടുത്തെ ബാറ്ററി. ഞാൻ പറഞ്ഞു, എൻ്റെ ചാർജറിൽ കയറുന്നില്ല എന്നുള്ള പ്രശ്നമാണെന്ന് കരുതി ആ ചാർജറോട് കൂടി ഞാൻ ഈ കടയിൽ കൊണ്ടുപോയി ചാർജ് കുത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാർജറിലും കയറുന്നില്ല, പകരം അവരെ ചാർജറിൽ കുത്തി നോക്കുമ്പോഴും അതിൽ ചാർജ് കയറുന്നില്ല. അപ്പം ചാർജറിൻ്റെ പ്രശ്നമല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ പിന്നെ എന്താണ് മാഡം പ്രശ്നം? പുള്ളി എന്നോട് ചോദിച്ച ചോദ്യമാണ്. 2 പ്രാവശ്യം ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണെന്നും പറഞ്ഞ് ശരിയാക്കിയതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം ഞാൻ ശരിയായില്ലെന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, അപ്പോൾ എന്തായിരുന്നു ഫോണിൻ്റെ പ്രശ്നമെന്ന്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? പ്രശ്നം എന്താണെന്ന് അറിയാനാണല്ലോ ഞാൻ കൊണ്ട് തന്നത്. 2 പ്രാവശ്യവും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ശരിയാക്കി പൈസയും വാങ്ങിച്ചിട്ട് എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? എന്തായാലും ഞാൻ ഇന്ന് ആ ഫോൺ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താവും അതിൻ്റെ അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല. ശരിയായെന്ന് വിശ്വസിച്ചാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഷോപ്പ് നടത്തുന്ന ചേട്ടന്മാർ ശ്രദ്ധിക്കുക. നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഷോപ്പ് നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഇന്ന് ഒരുപാട് കടകളുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത് വരുന്ന ആ ഒരു കസ്റ്റമറിൻ്റെ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ പണ്ട് സിനിമയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും കൈ കൊടുത്ത് പണിഞ്ഞിട്ടെങ്കിലും ഇത് ഞങ്ങൾ പണിഞ്ഞാന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ തേടി എത്തുമല്ലോ. ഇതിപ്പോൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾ ഫോൺ പണിഞ്ഞ് ഇത്രയും കുഴപ്പമാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നിങ്ങളടുത്ത് വരുമോ? ഈ കടയിൽ ഇത്രയും വാടകയും കൊടുത്തൊക്കെ ഇരിക്കുമ്പോൾ ആ വാടക കൊടുക്കാനുള്ളതെങ്കിലും കിട്ടണ്ടേ? അതുകൊണ്ട് കാലം ഒരുപാട് മാറിപ്പോയി, ആളുകളൊക്കെ നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആളുകൾക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാമെന്നുള്ളപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്വന്തമായിട്ട് അവർക്ക് പണി അറിയില്ല എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം കസ്റ്റമറിൻ്റെ മുൻപിൽ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ തന്നെ നമ്മളുടെ എന്തിനാണ് ഉള്ള ഒരു വില കളയുന്നത്? നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ ഷോപ്പ് ഉയരണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ആരുടെങ്കിലും കയ്യിലെങ്കിലും കൊടുത്ത് പണിയിക്കും. ഇല്ലെങ്കിൽ ഇത് ഇവിടെ പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് ഒഴിയും. അതായിരിക്കും ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.